ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന റമളാൻ, അതിലെ ഓരോ ദിനരാത്രങ്ങളും നമ്മുടെ മാത്രം പരലോക വിജയത്തിന് അള്ളാഹു കരിഞ്ഞേകിയ ഒരവസരമാണ്. സൂറത്തു സിൽസാലിൽ ഫമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ഷർറൻ യറ. അവിടെ രണ്ട് ഭാഗവും എടുത്തു പറയുന്നുണ്ട്. അണുത്തൂക്കം നന്മ ചെയ്തവർ, അത് അവരിൽ നിന്ന് അള്ളാഹു അവനെ ദ്രോഹിക്കുകയോ എടുത്തു കളയുകയോ ചെയ്യാതെ ആ നന്മയുടെ ഫലം അവന് കാണത്തക്ക വിധത്തിൽ മഹ്ശറയിൽ അള്ളാഹു പ്രതിഫലം നൽകും. ഇനി ഒരണുത്തൂക്കം തിന്മയാണെങ്കിൽ അതിൻ്റെ തിക്തതയും അവിടെ വച്ച് കാണുന്നതാണ്. ജീവിത വിജയം വലിയ വലിയ കാര്യങ്ങൾ തത്രപ്പെട്ടും ഭാരം വഹിച്ചും ചെയ്ത് നേടുന്നതല്ല. മറിച്ച് ചെറിയ കാര്യങ്ങളെ ക്രമീകരിച്ച് ആയാസരഹിതമായി എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി നിത്യജീവിതത്തിൽ നിർവഹിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ട് ഹദീസുകൾ ഉണർത്തുകയാണ്. അതിലൊന്ന്, ഈ റമളാൻ അടുത്ത റമളാൻ വരെ, അപ്പോൾ ഈ രണ്ട് റമളാനുകൾക്ക് ഇടയിലുള്ള കാലഘട്ടത്തെ, ദീർഘമായ മാസങ്ങൾ, മുക്കഫിറാത്തുൻ മാ ബൈനഹുന്ന, ഇവയ്ക്കിടയിലുള്ള കാലയളവിൽ സംഭവിച്ചേക്കാവുന്ന തിന്മകളെ അള്ളാഹു മായ്ച്ചു കളയും. അങ്ങനെ ഒരു വിശ്വാസിയുടെ നന്മ നിറയുകയോ വളരുകയോ ചെയ്യുന്നതിന് പടച്ചവൻ ചെയ്യുന്ന ഒരു വലിയ കാരുണ്യമാണത്. അൽ ജുമുഅത്തു ഇലൽ ജുമുഅ, അതുപോലെയാണ് ഒരു ജുമുഅ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇനി അടുത്ത വെള്ളിയാഴ്ചയ്ക്കിടയിലുള്ള കാലയളവ്. അതേ നിലയിൽ തന്നെയാണ് ഒരു നമസ്കാരം അടുത്ത നമസ്കാരത്തിൻ്റെ ഇടയിലുള്ള സമയം. ഇത്രയും സൂചിപ്പിച്ചത് ഒരു ക്രമമായി ചിട്ടയോടെ വളരെ ശ്രദ്ധയോടെ നിത്യേന ജീവിതത്തിൽ നിറവേറ്റുന്നവർക്കാണ് ഈ സൗഭാഗ്യമൊക്കെ. നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇത് ജീവിതത്തിൽ പകർത്തുന്നുള്ളൂ. പറഞ്ഞാൽ നമുക്കൊരു ആവേശമുണ്ട് തുടക്കത്തിൽ. അത് കഴിഞ്ഞാൽ 2, 3, 4 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ തന്നെ മടുക്കുകയാണ്. നമ്മുടെ ഇബാദത്ത് കാര്യത്തിൽ പ്രത്യേകിച്ച് എങ്ങനെയെല്ലാം അനുഗ്രഹങ്ങൾ നേടാം, പ്രതിഫലം നേടാം എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ബുഖാരി ഉദ്ധരിച്ച മറ്റൊരു ഹദീസ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ ഖറജ മിൻ ബൈത്തിഹി മുത്തവള്ളിഅൻ. അപ്പോൾ നമസ്കാരത്തിൻ്റെ അധ്യായത്തിലാണ് ഇതുള്ളത് ഹദീസ്. വീട്ടിൽ നിന്നൊരാൾ വുളൂഓടുകൂടിയാണ് പുറപ്പെടുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഒരു ഉദ്ദേശമുണ്ട്, നിയ്യത്ത്. പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ ജമാഅത്തിൽ ചേരാൻ വേണ്ടി പോകുന്നു, നമസ്കരിക്കാൻ പോകുന്നു, ഇതാണ് ഉദ്ദേശം. അങ്ങനെ ഉദ്ദേശിച്ചിറങ്ങുന്ന ഒരാൾ വീട്ടിൽ നിന്നാണ് വുളൂ എടുത്തിറങ്ങേണ്ടത്. അത് വഴിമധ്യയോ പിന്നെ ദീർഘസമയത്തിൻ്റെ ഇടയിലോ അവന് വുളൂ നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ഈ പ്രതിഫലത്തിന് തടസ്സമില്ല. എന്താണ് പ്രതിഫലം? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലിക്കുല്ലി ഹത്വത്തിൻ ഹസന. ഓരോ ചുവട് വയ്ക്കുമ്പോൾ, ഓരോ ചവിട്ടടിയും ഒരു നന്മയാണ്. ഇസ്ലാമിൽ ഏതൊരു നന്മയും 10 ഇരട്ടിയാണ് എന്നതൊരു പൊതു നിയമമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അള്ളാഹു അവന് ഒരു ദറജ ഉയർത്തും. ഓരോ ചവിട്ടടിക്കും ഓരോ തിന്മ വീതം അവനിൽ നിന്ന് അള്ളാഹു കൊഴിച്ചു കളയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മുസ്ലിമുകളെ സംബന്ധിച്ച് ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്. അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ വജഅൽനി മിനൽ മുതത്തഹിരീൻ. ഒരാൾ വുളൂഇന് ശേഷമുള്ള പ്രാർത്ഥനയാണ്. തൗബ ചെയ്ത് മടങ്ങുന്നവരിൽ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരിൽ, ഖേദമുള്ളവരിൽ, കുറ്റബോധമുള്ളവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണം. അപ്പോൾ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാനാണ്. മനസ്സും ശരീരവും ശുദ്ധിയുള്ളവരായി എന്നെ നീ ജീവിപ്പിക്കണം. ഇതാണ് ആ പ്രാർത്ഥനയുടെ ആശയം. അപ്പോൾ വുളൂഓടുകൂടി ഇറങ്ങി ഓരോ ചവിട്ടടിയും. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫൈദാ ഉഖീമത്തി സ്വലാത്ത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പതുക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ സൈക്കിളിലാണ്, എങ്ങനെയാകട്ടെ വരികയാണ്. അത് കാല് നിലത്ത് തൊട്ടാലും വണ്ടിക്കകത്ത് യാത്ര ചെയ്താലും ഈ കൂലി ഒന്നാണ്.
അപ്പോൾ മിതമായിട്ട് വന്നു. അപ്പോൾ ഇക്കാമത്ത് കൊടുക്കുന്ന ശബ്ദം കേൾക്കുകയാണ് വെളിയിൽ വെച്ച്, അല്ലെങ്കിൽ ദൂരെ വെച്ച് കേൾക്കുകയാണ്. എന്നാൽ നിങ്ങൾ വേഗതയിൽ പോകേണ്ടതില്ല. നമ്മൾ നേരെ തിരിച്ചാണ് കേട്ടോ. ഒന്നും എടുത്തിട്ട് ഓടുന്ന ഓട്ടം കണ്ടാൽ അറക്കായത്തൊന്ന് കിട്ടാനേ. അപ്പോൾ നിങ്ങൾ വേഗത്തിൽ പോകണ്ട. പിന്നെ എന്ത് ചെയ്യണം? വഅലൈക്കും ബിസ്സക്കീന, നിങ്ങൾ പതുക്കെ പോയാൽ മതി. വേഗം പോകണം എന്ന് ഒരു സ്ഥലത്തെ ഖുർആനിൽ കൽപ്പനയുള്ളൂ, ഹദീസിലും അതേ ഉള്ളൂ. അത് നമ്മൾ നേരെ തിരിച്ചാൽ കാണുകയുള്ളൂ. വേഗം പോകണമെന്ന് പറഞ്ഞത് ഖുർആനിൽ ഒരായത്തിലാണ്. അത് ഇന്നലെയോ മറ്റോ ഞാൻ സൂചിപ്പിച്ചു. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളി കേട്ടാൽ ഫസ്അഉ, അതിവേഗം പോകണം, ഇലാ ദിക്രില്ല, ഖുത്തുബയിലേക്ക്. അതിൻ്റെ ഒരു വാക്കും വിടാൻ പാടില്ല. നമസ്കാരമായാലോ അലൈക്കും ബിസ്സക്കീന, നിങ്ങൾ പതുക്കെ പോയാൽ മതി. ഇമാമിനെ എവിടെയാണോ നിങ്ങൾ കണ്ടെത്തിയത് ചെല്ലുമ്പോൾ, ചിലപ്പോൾ 2 റക്അത്ത് കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ റുക്കൂയിലാകാം, അല്ലെങ്കിൽ സുജൂദിലാകാം, അല്ലെങ്കിൽ അത്തഹിയ്യാത്തിലാകാം, എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇമാമിനെ ആ അവസ്ഥയിൽ തുടരുക. ഇമാമു സലാം വീട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ നമസ്കാരത്തിലെ റക്അത്തുണ്ടല്ലോ, അത് നിങ്ങൾ നമസ്കരിക്കുക. അതാണ് അതിൻ്റെ രീതി. ബാങ്ക് വിളി കേൾക്കുന്ന ഒരാൾ, ചെറുതല്ല കാര്യങ്ങൾ, എപ്പോഴായിരുന്നാലും റസൂലുള്ളാഹിയുടെ മേൽ സ്വലാത്ത് ചെല്ലണം. പൊതുവേ ആളുകൾ അല്ലാഹുമ്മ റബ്ബാദി ദഅവത്തി താമ എല്ലാവർക്കും അറിയാം, അതെല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷെ ആദ്യം സ്വലാത്ത് ചെല്ലണം. ബാങ്കിൻ്റെ ഓരോ ലഫ്ളും അതുപോലെ ആവർത്തിക്കണം. 2 ഹയ്യലകളിൽ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്ന് പറയണം. പിന്നെ അല്ലാഹു അക്ബർ, അത് തന്നെയാണ് നിങ്ങൾ പറയേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എപ്പോൾ പറഞ്ഞാലും അത് നിങ്ങൾ കേട്ടാൽ അപ്പോൾ ആവർത്തിക്കണം. അതാണ് ബാങ്കിൻ്റെ സ്വഭാവം. ഇനി നിങ്ങൾ സ്വല്ലു അലൻ നബി, നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലണം. നബിയുടെ മേലുള്ള സ്വലാത്തിൻ്റെ ഫലം ഇവിടെ ഞാനിപ്പോൾ വിവരിക്കുകയല്ല. എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ. നിർത്തപ്പെട്ട ഒരു നമസ്കാരമുണ്ട്, അത് ഇന്നൊരു ദിവസമല്ല, റമദാനിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഷവ്വാലിലുള്ളൊരു നമസ്കാരമല്ല, ഇനി അടുത്ത റബീഉൽ അവ്വലിലല്ല. അത് ജീവിതകാലം മുഴുവനും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു നമസ്കാരത്തിൻ്റെ ഉടമസ്ഥനാണ് അല്ലാഹു. ആത്തി മുഹമ്മദനിൽ വസീല വൽ ഫളീല, അള്ളാഹുവിൻ്റെ റസൂലിന് വസീല ഫളീല ഈ 2 പദവികൾ നൽകണം. വബഅസുഹു മഖാമൻ മഹ്മൂദ, സ്തുത്യർഹമായ സ്ഥാനത്ത് ഞങ്ങളുടെ നബിയെ നീ ഹാജരാക്കണം, യാത്രയാക്കണം. എന്താണ് മഖാമൻ മഹ്മൂദ് എന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. നീ രാത്രി തഹജ്ജുദ് നമസ്കരിക്കണം. ഒരു പക്ഷേ ഖിയാമത്ത് നാളിൽ നിന്നെ അള്ളാഹു മഖാമൻ മഹ്മൂദിൽ യാത്രയാക്കിയേക്കാം. അപ്പം നബിക്ക് വേണ്ടി നമ്മൾ ചോദിക്കുകയാണ്, സലൂ ലീ അൽ വസീല വൽ ഫളീല, എനിക്ക് വേണ്ടി നിങ്ങൾ വസീലയും ചോദിക്കണം ഫളീലയും ചോദിക്കണം. അത് നിങ്ങളുടെ ഒരു വലിയ ഹൃദയബന്ധത്തിൻ്റെ പൂർത്തീകരണമാണ്. ആ ദുആ മഖാമൻ മഹ്മൂദിൽ നബിയെ ഹാജരാക്കണം. അല്ലദീ വഅത്ത, നീ വാഗ്ദത്തം ചെയ്തതാണ്. വാഗ്ദത്തം ചെയ്തത് ഈ ആയത്താണ്, അള്ളാഹു അറിയിച്ച. ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്, നീ വാഗ്ദത്തം ലംഘിക്കുന്നവനല്ല. അപ്പോൾ ദുആ കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി പറയണം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. ഇത് 5 നേരവും പറയണം ഒരാൾ. റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ രക്ഷിതാവ് എന്ന നിലയിൽ എനിക്ക് തൃപ്തിയാണ്, വേറെ ആരും എന്നെ രക്ഷിക്കാൻ വേണ്ടാതെ. നമ്മുടെ രക്ഷിതാവ് പ്രാപ്തനാണെങ്കിൽ പിന്നെ അയൽപക്കത്തൊരാളെ തേടേണ്ടതില്ലല്ലോ. അതുപോലും മുസ്ലിം പണ്ഡിതർക്ക് മനസ്സിലാകില്ല. അവർ ഹക്ക് ജാഹ് ഫളല് ബർക്കത്ത് ഇതുകൊണ്ടാണ് ചോദിക്കുകയുള്ളൂ. ആരുടെ? വേറെ ആളുകളുടെ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലാകുമെങ്കിൽ ഇത് മനസ്സിലായിക്കോ. എനിക്ക് റബ്ബായിട്ട് അള്ളാഹു മതി. ഇതാണ് ഈ 5 നേരവും പറയണ ഒരാൾ. ഇസ്ലാം ദീനാണ്, അത് അഭിമാനവും അന്തസ്സുമാണ് ഇസ്ലാം. ആയിഷ തൈമൂരിയ അറബ് ലോകത്ത് വളരെ പ്രസിദ്ധയായ ഒരു കവയത്രിയാണ്. അപ്പോൾ അവർ മുസ്ലിമായി ജീവിക്കുമ്പോൾ അവരുടെ ഒരു വേഷവിധാനമുണ്ട്, അവരുടെ ചിട്ടയുണ്ട്, അവരുടെ ചര്യയുണ്ട്. മാ ലറനി ഹജലി, എൻ്റെ ഈ ഉടയാടകളൊന്നും എനിക്ക് മോശമല്ല. മോശമായതുകൊണ്ടാണല്ലോ റമദാൻ കഴിഞ്ഞ് ഷവ്വാലിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ കല്യാണം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകൾ പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി, മനസ്സിലാകുന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുന്നു. വബി മുഹമ്മദിൻ നബിയ, അത് നാളെ ഇൻഷാ അല്ലാഹ് വിവരിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി ഞാൻ തൃപ്തിപ്പെടുന്നു. അതിനപ്പുറം എനിക്കൊരു ജീവിത വഴിയും ചര്യയും മാർഗമൊന്നുമില്ല. നബി എന്തൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് അതൊക്കെ ഞാൻ ഇഷ്ടപ്പെടും.
അതെൻ്റെ ജീവിതമായിട്ട് വരും. ഈ വാക്കുകൂടി പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രതിഫലം? ഇപ്പോൾ സ്വലാത്ത് വന്നു, അദാനിൻ്റെ ഓരോ വാക്കിനും മറുപടി പറഞ്ഞു, എന്നിട്ട് സ്വലാത്ത് ചൊല്ലി, എന്നിട്ട് ദുആ ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് റളീതു ബില്ലാഹി റബ്ബൻ ഇത്രയും പറഞ്ഞാൽ ഹല്ലത്ത് ലഹു ഷഫാഅത്തി, എൻ്റെ ഷഫാഅത്ത് അവന് മഹ്ശറയിൽ ലഭിച്ചിരിക്കും. ഷഫാഅത്തിൻ്റെ അമൂല്യത മനസ്സിലായാൽ മാത്രമേ ഇതൊരു ചെറിയ കാര്യമല്ല, എൻ്റെ ജീവിതത്തിൽ എന്നും വേണം എന്നൊരു ആൾ ചിന്തിക്കുകയുള്ളൂ. അവിടെ ഞാൻ ഫമൻ ആദ്യം പറഞ്ഞിടത്തേക്ക് വരുന്നു, അവസാനിപ്പിക്കുന്നു. ഫമൻ യഅമൽ മിസ്ഖാല ദർറ, ഒരണുത്തൂക്കം നന്മയാണ് ഒരാളിൽ വന്നത്, അത് അള്ളാഹു അവന് പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കും, എന്നിട്ടത് തരും. അന്ന് നമ്മൾ കൈയടിക്കരുതല്ലോ, അതിനാണ് ചെറുതല്ല. ഇത് നിത്യജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന, ചര്യയാക്കുന്ന, ശീലമാക്കുന്ന കാര്യങ്ങൾ. അള്ളാഹു ഈ റമളാൻ അത്തരത്തിലൊരു ജീവിതചര്യ മാറ്റിയെടുക്കുന്നതിന് പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.